നമസ്കാരം STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. ജില്ലയിൽ ശക്തമായ മഴയും നാശനഷ്ടവും തുടരുന്നു. മഴക്കെടുതിയിൽ 2 മരണം. പാലക്കാട് കോട്ടേക്കാട് വീട് തകർന്ന് അമ്മയും മകനും മരിച്ചു. ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ പുഴ കരകവിഞ്ഞൊഴുകി ഗതാഗതം തടസ്സപ്പെട്ടു. ശക്തമായ കാറ്റിൽ മലമ്പുഴയിലെ വിനോദസഞ്ചാരികൾ എത്തുന്ന ചെക്ക് ഡാമിലേക്ക് മരം കടപുഴകി വീണു. വിവിധ പഞ്ചായത്ത് പ്രദേശങ്ങളിൽ മരം വീണ് വീടുകൾ പൂർണ്ണമായി തകർന്നു. നഗരസഭാ പ്രദേശങ്ങളിലും വീടുകളിൽ വെള്ളം കയറി. കാട്ടാന ശല്യത്താൽ പൊറുതിമുട്ടി തൃശൂർ വടക്കാഞ്ചേരി അകമല കുഴിയോട് നിവാസികൾ. പ്രദേശത്ത് ചൊവ്വാഴ്ച പുലർച്ചെ എത്തിയ കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മഴക്കാലം തുടങ്ങിയതിനു ശേഷം മേഖലയിൽ കാട്ടാനകൾ എത്തുന്നത് ഇതാദ്യം. ആടയാഭരണങ്ങളില്ലാതെ കരിവീരച്ചന്തം തീർത്ത് വടക്കുനാഥനിൽ ആനയൂട്ട്. കർക്കിടക പുലരിയിൽ കനത്ത മഴയെ അവഗണിച്ച് ആനയൂട്ട് കാണാനെത്തിയത് ആയിരങ്ങൾ. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആനയൂട്ടിൽ പങ്കെടുത്തത് 65ഓളം ഗജവീരന്മാർ. കർക്കിടകം പിറന്നു. ഇനി രാമായണ പാരായണത്തിന്റെ നാളുകൾ. രാമായണ ശീലുകളാൽ മുഖരിതമായി ക്ഷേത്രങ്ങൾ. വിവിധ ക്ഷേത്രങ്ങളിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. പ്രത്യേക പൂജകളും നടന്നു. കനത്ത മഴയെ അവഗണിച്ചും ക്ഷേത്ര ദർശനത്തിനായി എത്തിയത് നിരവധി ഭക്തജനങ്ങൾ. പാലക്കാട് വടക്കഞ്ചേരി കോട്ടേക്കാടിൽ കനത്ത മഴയിൽ വീടിടിഞ്ഞു വീണ് അമ്മയും മകനും മരിച്ചു. കോട്ടേക്കാട് കോവിടക്കുന്ന് വീട്ടിൽ പരേതനായ ശിവന്റെ ഭാര്യ 53 വയസ്സുള്ള സുലോചന, മകൻ 32 വയസ്സുകാരൻ രഞ്ജിത്ത് എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രിയോടെയാണ് സംഭവം. ഒറ്റമുറി വീട്ടിലായിരുന്നു കിടപ്പ് രോഗിയായ സുലോചനയും മകൻ രഞ്ജിത്തും കഴിഞ്ഞിരുന്നത്. ഇന്നലെ രാവിലെ മുതൽ പ്രദേശത്ത് ശക്തമായ കാറ്റും മഴയുമായിരുന്നു. രാത്രിയിൽ വീടിന്റെ പിൻഭാഗത്തെ ചുവർ ഇടിഞ്ഞു വീഴുകയായിരുന്നു. ഇവർ കിടക്കുന്ന സ്ഥലത്തേക്കാണ് ഇടിഞ്ഞു വീണത്. എന്നാൽ അപകടം സംഭവിച്ചത് ആരും അറിഞ്ഞിരുന്നില്ല. രാവിലെയാണ് നാട്ടുകാർ വിവരമറിഞ്ഞത്. തുടർന്ന് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഫയർഫോഴ്സ് സംഭവസ്ഥലത്തെത്തി മൃതദേഹം ആലത്തൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മങ്കരയിൽ ശക്തമായ കാറ്റിലും മഴയിലും 2 നില വീട് തകർന്നു വീണു. മങ്കര കല്ലൂർ കാലടി വീട്ടിൽ MK മധുസൂദനും ഭാര്യ വിജയയും താമസിക്കുന്ന കൂച്ചൻ വീടാണ് തകർന്നു വീണത്. തിങ്കളാഴ്ച രാത്രി 9:30യോടെയാണ് സംഭവം. വീടിന്റെ ചുമരിടിയുന്ന ശബ്ദം കേട്ടതോടെ ഇരുവരും ചേർന്ന് പുറത്തേക്കോടി രക്ഷപ്പെട്ടതോടെയാണ് വലിയ ദുരന്തം ഒഴിവാക്കാനായത്. 2 ദിവസത്തെ മുമ്പായിരുന്നു ഇന്നലെ രാത്രി 9:30 അങ്ങനെ ഇട്ട് വീണത്. ഞങ്ങൾ ഉള്ളിലുണ്ടായിരുന്നു. ഞങ്ങൾ കൂടി പുറത്തിറങ്ങുകയും ചെയ്തു. 15 വർഷം പാർപ്പായിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് മൺചുമർ കൊണ്ട് നിർമ്മിച്ച വീടാണിത്. വീടിന്റെ ചുമരും കഴുക്കോലും പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. ഏകദേശം 5 ലക്ഷം രൂപയോളം നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. സംഭവമറിഞ്ഞ് മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജിത്തു എന്നിവരും വീട് സന്ദർശിച്ചു. സർക്കാരിന്റെ ദുരിതാശ്വാസ സഹായ നിധിയിൽ നിന്നുള്ള സഹായധനം ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. മങ്കര പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള വീടുകൾക്ക് സാമ്പത്തിക സഹായം നൽകാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട്. ലൈഫ് ലിസ്റ്റിലും PMAYയിലുമൊക്കെ ലിസ്റ്റിലുണ്ടെങ്കിൽ പോലും സീനിയോറിറ്റി മറികടന്നുകൊണ്ട് കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. ഒപ്പം തന്നെ റിപ്പയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗ്രാമസഭ കഴിഞ്ഞു, ലിസ്റ്റ് ആയി കഴിഞ്ഞതുകൊണ്ട് അത് കഴിയില്ല. മാത്രമല്ല തുച്ഛമായ ഒരു കാശ് കൊണ്ട് ഇത് കഴിയില്ല. തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിലേക്ക് AEയെ വെച്ച് വാല്യുവേഷൻ എടുത്തുകൊണ്ട് വില്ലേജ് മുഖാന്തരം കൊടുക്കാനുള്ള ഒരു സംവിധാനം പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കാട്ടാന ശല്യത്താൽ പൊറുതിമുട്ടി തൃശൂർ വടക്കാഞ്ചേരി അകമലയിലെ കുഴിയോട് നിവാസികൾ. പാറയിൽ വീട്ടിൽ വിനോദിന്റെയും അയൽവാസികളുടെയും പുരയിടത്തിലാണ് ഇന്ന് പുലർച്ചെയോടെ കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചത്. മഴക്കാലം തുടങ്ങിയതിനു ശേഷം മേഖലയിൽ ആദ്യമായാണ് കാട്ടാനകൾ ഇറങ്ങുന്നത്. ആനകൾ ഇറങ്ങുന്നതോടെ തൂമാനം വെള്ളച്ചാട്ടത്തിന് താഴെ താമസിക്കുന്നവരും റബ്ബർ വെട്ട് തൊഴിലാളികളും ഏറെ ഭയത്തോടെയാണ് കഴിയുന്നത്. വലിയ 2 ആനകളാണ് ഇന്ന് ഇറങ്ങിയതെന്ന് നാട്ടുകാർ പറയുന്നു. വലിയ കൊമ്പനാനയാണ്, വലിയ കാൽപ്പാടാണ്. 2 ആന ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ വേനലിലേക്കും 2 ആന വന്ന് തൂമാനം വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞു കൊടുത്ത് വരികയുണ്ടായി. അവിടെ പോയി നൂട്ടിയേട്ടെന്ന് പറഞ്ഞ ആളെ കുറേ വാഴ കവുങ്ങൊക്കെ നശിപ്പിക്കുകയുണ്ടായി. ഭയങ്കരമാണ്. ഇവിടെ കുട്ടികളെയൊക്കെ പുറത്തു വിടാനും സ്കൂളിൽ പോകാനുണ്ടായി. പിന്നെ നമ്മുടെ കൂട്ടുകാരൻ്റെ ഒരു വീട്ടിൽ വന്നിട്ട് പ്ലാവ് കുത്തിമറിച്ചിട്ടുണ്ട്. മേഖലയിൽ സൗര തൂക്കുവേലി സ്ഥാപിക്കുമെന്ന പ്രഖ്യാപനം എങ്ങും എത്തിയില്ല. ചേപ്പലക്കോട് മുതൽ പട്ടാണിക്കാട് വരെ സൗരവേലി സ്ഥാപിക്കാൻ ഫണ്ട് അനുവദിച്ചിട്ടും ഒന്നും നടന്നിട്ടില്ല.
മേഖലയിലെ തുടർച്ചയായുള്ള കാട്ടാനാക്രമണങ്ങൾക്ക് അറുതി വരുത്തണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മുള്ളൂർക്കര ഇരുന്നലങ്ങോട് മഹാദേവ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. കനത്ത മഴയെ അവഗണിച്ചും ക്ഷേത്ര ദർശനത്തിനായി എത്തിയത് നൂറുകണക്കിന് ഭക്തജനങ്ങൾ. ക്ഷേത്രം പൂജാരി രാജീവിന്റെ നേതൃത്വത്തിലാണ് രാമായണ മാസാചരണ പൂജകൾ നടന്നത്. കർക്കിടകം 1 മുതൽ 32 വരെയാണ് ക്ഷേത്രത്തിൽ രാമായണ പാരായണം നടക്കുന്നത്. രാവിലെ 7 മണി മുതൽ 11:30 വരെ വാസന്തി ഉണ്ണികൃഷ്ണൻ, കുമാരി സുബ്രഹ്മണ്യൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് രാമായണ പാരായണം നടക്കുക. ആനന്ദ ബാഷ്പരിവൃത്തനേത്രനായി വീണാധരൻ മുനി പിന്നെയും ചൊല്ലിനാൻ, ഇപ്പോൾ ഇവിടേക്കു ഞാൻ വന്ന കാരണം. രാമായണ പാരായണം കൊണ്ട് നാടിനും വീടിനും ഭക്തജനങ്ങൾക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. കൂടാതെ ഭക്തജനങ്ങൾക്കും ക്ഷേത്രത്തിലിരുന്ന് രാമായണം പാരായണം ചെയ്യാനുള്ള സൗകര്യവും ഭാരവാഹികൾ ഒരുക്കിയിട്ടുണ്ട്. രാമായണ പാരായണത്തിനായി ക്ഷേത്രത്തിലെത്തിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഉച്ചഭക്ഷണവും ഒരുക്കിയിട്ടുണ്ടെന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികളായ പ്രസിഡന്റ് PS രാഘവൻ, സെക്രട്ടറി MV ദേവദാസൻ, ട്രഷറർ VK ശിവദാസൻ തുടങ്ങിയവർ പറഞ്ഞു. സ്ഥിരമായിട്ട് രാമായണ വായനയുണ്ട്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഒരു ദിവസം പോലും മുടങ്ങാതെ. രാമായണ മാസം മാത്രമല്ല, എല്ലാ ദിവസവും ഇവിടെ രാമായണ വായനയുണ്ട്. അപ്പോൾ ഇവിടെ ശ്രീരാമദേവൻ്റെ സാന്നിധ്യം ഉണ്ടെന്നാണ് എല്ലാവരുടെയും വിശ്വാസം. അതിനു പുറമെ ഇപ്പോൾ ഇന്ന് രാമായണം കർക്കിടക മാസം 1-ാം തീയതി മുതൽ കർക്കിടകം 32 വരെ മഹാഗണപതി ഹോമത്തോടു കൂടിയാണ് ഇതിൻ്റെ സമാപനം. ധാരാളം ഭക്തജനങ്ങൾ വായിക്കാനും വായന കേൾക്കാനും പ്രസാദത്തിൽ പങ്കുചേരാനും ഭഗവാന്റെ തിരുസന്നിധിയിൽ എത്തിച്ചേരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. റോഡിന്റെ ശോചനീയാവസ്ഥ സൃഷ്ടിച്ച യാത്രാ ദുരിതം കത്തുപാട്ടിന്റെ ഇണത്തിൽ വകുപ്പ് മന്ത്രിക്ക് മുന്നിലെത്തിച്ച് അനങ്ങനടി പഞ്ചായത്ത് മുൻ സ്ഥിരം സമിതി അധ്യക്ഷൻ ഇബ്രാഹിം മേനക്കത്തിന്റെ വേറിട്ട പ്രതിഷേധം. ഒറ്റപ്പാലം ചെറുപ്പുളശ്ശേരി പ്രധാന പാതയിലെ കോതുകുറിശി മുതൽ കീഴൂർ റോഡ് കവല വരെയുള്ള ഭാഗം നവീകരണ പ്രവൃത്തി നടത്തണമെന്നാണ് കത്തുപാട്ടിന്റെ ഇണത്തിൽ നൽകിയ നിവേദനത്തിലെ പ്രധാന ആവശ്യം. എത്രയും ബഹുമാനപ്പെട്ട റിയാസ് മന്ത്രി എന്ന് തുടങ്ങുന്ന പാട്ടിൽ റോഡിലെ യാത്രാ ദുരിതം അക്കമിട്ട് നിരത്തുകയാണ് ഇബ്രാഹിം മേനക്കം. എത്രയും ബഹുമാനപ്പെട്ട പ്രിയ റിയാസ് മന്ത്രി വായിക്കുവാൻ എഴുതുന്നു. ഏറെ പിരീഷത്താൽ അതിലേറെ രോഷത്താൽ കത്ത് കുറിച്ചിടുന്നു. വരികൾ സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തതോടെ കത്തുപാട്ടാണെന്ന് തിരിച്ചറിഞ്ഞ സുഹൃത്ത് നെല്ലായ സ്വദേശി അൻസാർ തച്ചോത്ത് സ്റ്റുഡിയോ സംവിധാനത്തിൽ ഗാനം ആലപിച്ച് റെക്കോർഡ് ചെയ്ത് നൽകി. വരികളും പാട്ടും ഇബ്രാഹിം സമൂഹമാധ്യമം വഴി മന്ത്രിക്ക് അയച്ചു നൽകി. പോരിശയേറും ഒറ്റപ്പാലം ദേശത്ത് പെരുമയിലുയരും മനങ്ങന്റെ താഴത്ത് പേരിത് റോഡെന്ന് ചൊല്ലും മുസീബത്ത്. പേരിന് പോലും റോഡില്ല എന്താപത്ത്. എന്തോരു തൊന്തീരവ് മനുഷ്യന്റെ നടുവൊടിയും കുഴിയാണിത്. അനുദീനം വീഴും ചിലർ തെന്നും ചിലർ ചാടി എണീറ്റിടും. വീണ്ടും അവർ വീഴും ജനം കാണും ഓരോ മുറിവും. റോഡിലെ കോതുകുരിശി മുതൽ കീഴൂർ റോഡ് കവല വരെയുള്ള ഭാഗം കാൽനടയാത്ര പോലും ദുഷ്കരമാക്കും വിധം തകർന്നു കിടപ്പാണ്. വഴിയും കുഴിയും തിരിച്ചറിയാനാകാത്ത അവസ്ഥ. ഒറ്റപ്പാലം ചെറുപ്പുളശ്ശേരി പ്രധാന പാത നവീകരണ പദ്ധതിയിലെ 2ാം ഘട്ടത്തിൽ ഉൾപ്പെട്ട പ്രദേശമാണിത്. ഒറ്റപ്പാലം ചെറുപ്പുളശ്ശേരി റോഡിലൂടെയുള്ള യാത്ര ഏറെ ദുസ്സഹമായിട്ടുണ്ട്. കോതൂർശി മുതൽ കിഴൂർ റോഡ് വരെയുള്ള പ്രദേശത്ത് കാൽനട യാത്ര പോലും ദുസ്സഹമായൊരു അവസ്ഥയിലാണ് നിലവിലുള്ളത്. സമയബന്ധിതമായി അറ്റകുറ്റപ്പണി നടത്താത്തതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു ദുരവസ്ഥ സംജാതമായിട്ടുള്ളത്. യുവജന സംഘടനകൾ, മുസ്ലിം യൂത്ത് ലീഗ് ഉൾപ്പെടെയുള്ള യുവജന സംഘടനകൾ നിരവധി പ്രാവശ്യം ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അധികാരികളെ സമീപിക്കുകയും പ്രത്യക്ഷ സമരത്തിലേക്കൊക്കെ കടക്കുകയും ചെയ്തിട്ട് പോലും ഒരു അടിയന്തര സ്വഭാവത്തോടുകൂടി ഇതിനാവശ്യമായൊരു തുടർ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികളെ തയ്യാറായിട്ടില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന ഒരു റോഡാണ് ഒറ്റപ്പാലം ചെറുപ്പുളശ്ശേരി റോഡ്. ഈ പ്രദേശത്തെ കോതൂർശി മുതൽ കിഴൂർ റോഡ് സെൻട്രൽ വരെയുള്ള ഈ യാത്ര ഏറെ ദുസ്സഹമായൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു പാട്ട് എഴുതുകയും പാട്ടിലൂടെ കലയിലൂടെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തത്.
ഒറ്റപ്പാലം മുതൽ കീഴൂർ റോഡ് വരെയുള്ള ഭാഗമാണ് രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്നത്. ഇതിൽ കോതകുരിശി മുതൽ കീഴൂർ റോഡ് വരെയുള്ള ഭാഗത്താണ് കടുത്ത യാത്രാ ദുരിതം. അതേസമയം കീഴൂർ റോഡ് കവല മുതൽ ചെർപ്പുളശ്ശേരി വരെയുള്ള ഭാഗം ആദ്യഘട്ടത്തിൽ വീതി കൂട്ടി നവീകരിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും മലമ്പുഴ പാമ്പുവളർത്തൽ കേന്ദ്രത്തിനടുത്തുള്ള ചെക്ക് ഡാം പാലത്തിന് സമീപം നിന്നിരുന്ന ആൽമരം കടപുഴകി വീണു. വിനോദസഞ്ചാരികൾക്കായി ബോട്ട് സർവീസ് നടത്തുന്ന ചെക്ക് ഡാമിലേക്കാണ് മരം വീണത്. പകൽ സമയമായിരുന്നെങ്കിൽ ബോട്ട് സഞ്ചാരികൾ ഉണ്ടാകുമായിരുന്നു. റോഡിലേക്ക് വീഴാതിരുന്നതുകൊണ്ട് ഗതാഗതത്തിന് തടസ്സം നേരിട്ടില്ല. പാലക്കാട് നഗരം തിരക്കിൽപ്പെടാതിരിക്കാനായി കോഴിക്കോട് ഭാഗത്തു നിന്നും വരുന്ന ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെ കോയമ്പത്തൂരിലേക്ക് പോകുന്നത് ഇതുവഴിയാണ്. പരിസരത്ത് ഇനിയും അപകടം വരുത്തിവെക്കാവുന്ന തരത്തിൽ മരങ്ങൾ നിൽക്കുന്നുണ്ട്. കാറ്റും മഴയും ശക്തമാകുമ്പോൾ മറിഞ്ഞു വീണ് അപകടമില്ലാതാക്കാൻ അവ മുറിച്ചു മാറ്റണമെന്നതാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ദിവസങ്ങളായി തുടരുന്ന കനത്ത മഴയിൽ കണ്ണാടിപ്പുഴ കരകവിഞ്ഞൊഴുകിയതോടെ ഓടന്നൂർ പറളി പതിപ്പാലം വെള്ളത്തിൽ മുങ്ങി. ഇതുവഴിയുള്ള ഗതാഗതവും നിലച്ചു. ദിവസങ്ങളായി തുടരുന്ന കനത്ത മഴയിൽ കണ്ണാടിപ്പുഴ കരകവിഞ്ഞൊഴുകിയതോടെ ഓടന്നൂർ പറളി പതിപ്പാലം വെള്ളത്തിൽ മുങ്ങി. ഇതുവഴിയുള്ള ഗതാഗതവും നിലച്ചു. എല്ലാ മഴക്കാലത്തും ഓടന്നൂർ പതിപ്പാലത്തിന്റെ ഗതി ഇതുതന്നെയാണ്. കനത്ത മഴയോടൊപ്പം മൂലത്തറ റെഗുലേറ്ററിന്റെ ഷട്ടർ ഉയർത്തിയതും പതിപ്പാലം കരകവിയാൻ പ്രധാന കാരണമായി. പതിപ്പാലം ഉയരം കൂട്ടി പുതുക്കി പണിയുമെന്ന ജനപ്രതിനിധികളുടെ പ്രഖ്യാപനത്തിന് 15 വർഷത്തെ പഴക്കമുണ്ടെങ്കിലും പ്രഖ്യാപനങ്ങളും വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥയിലാണ്. അന്തരിച്ച KV വിജയദാസ് കോങ്ങാട് മണ്ഡലം MLA ആയിരുന്ന കാലത്ത് പതിപ്പാലം പുതുക്കി പണിയാൻ സർക്കാർ 15 കോടി രൂപ അനുവദിച്ചതായി പറളിയിലെ പൊതുനിരത്തുകളിൽ ബോർഡ് സ്ഥാപിച്ചിരുന്നു. എന്നാൽ പിന്നീട് അഡ്വക്കേറ്റ് K ശാന്തകുമാരി കോങ്ങാട് MLA ആയ ശേഷവും നടപടിയൊന്നുമായില്ല. പാലം നിർമ്മിക്കാൻ സ്ഥലം വിട്ടുകിട്ടിയില്ല എന്നാണ് കാരണം പറഞ്ഞത്. ഓരോ മഴക്കാലത്തും ദിവസങ്ങളോളം ജനം യാത്രാ ദുരിതത്തിലാവുന്നതും ഗതാഗതം നിലയ്ക്കുന്നതും പതിവ് കാഴ്ചയാണെന്നും അപ്പോഴൊക്കെ ജനപ്രതിനിധികൾ പതിവ് പല്ലവിയുമായി രംഗത്തെത്തുന്നത് പതിവാണെന്നും നാട്ടുകാർ പറയുന്നു. ഈ അവസ്ഥയ്ക്ക് കാരണക്കാരായ മുൻ MLA ശ്രീമാൻ KV വിജയദാസ് 15 കോടി രൂപ ഇവിടെ അനുവദിച്ചു എന്ന് വെച്ച് ബോർഡ് വെക്കുകയുണ്ടായി. ആ ബോർഡ് വെക്കുക മാത്രമല്ല, അദ്ദേഹം മരണപ്പെട്ടു പോവുകയും ചെയ്തു. അതിനുശേഷം വന്ന ഇപ്പോഴത്തെ MLA അഡ്വക്കേറ്റ് ശാന്തകുമാരി ഇതിന് ഫണ്ട് അനുവദിച്ചു എന്ന് പറയുകയും സ്ഥലം വന്ന് അളക്കുകയൊക്കെ ചെയ്യുന്നല്ലാതെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അതുമാത്രമല്ല, ഇവിടെ കണ്ടമാനം ആളുകൾ പറളയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ പാലം മൂടിക്കിടക്കുകയാണ്. ആ ഭാഗത്തേക്ക് പോകാനോ ഒരു സൗകര്യം ഈ ഭരണകൂടം തയ്യാറായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കർക്കിടക പുലരിയിൽ കനത്ത മഴയെ അവഗണിച്ചെത്തിയത് ആയിരങ്ങൾ. ആടയാഭരണങ്ങളില്ലാതെ കരിവീര ചന്തം തീർത്ത് വടക്കുന്നാഥനിൽ ആനയോട്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആനയോട്ടിൽ പങ്കെടുക്കാനായി എത്തിയത് 65ഓളം ഗജവീരന്മാർ. കോരി ചുരിയുന്ന മഴയെ അവഗണിച്ച് ആയിരങ്ങളാണ് 42ാമത് വടക്കുന്നാഥൻ ക്ഷേത്രം ആനയോട്ടിന് എത്തിയത്. സ്കൂൾ അവധിയായതിനാൽ രക്ഷിതാക്കൾക്കൊപ്പം നിരവധി കുട്ടികളും ആനയോട്ടിനെത്തി. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പുലർച്ചെ 5-ന് ആരംഭിച്ച അഷ്ടദ്രവ്യം മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. പിടിയാനകളടക്കം 65ഓളം ആനകൾ ഊട്ടിനെത്തി. കുട്ടിയാന ഗുരുവായൂർ ലക്ഷ്മിക്ക് ക്ഷേത്രം മേൽശാന്തി ചെറുമുക്ക് ശ്രീരാജ് നാരായണൻ ആദ്യ ഉരുള നൽകി ആനയോട്ടിന് തുടക്കം കുറിച്ചു. $12,008 നാളികേരം, 2000 കിലോ ശർക്കര, 2000 കിലോ അവിൽ, 500 കിലോ മലർ, 60 കിലോ എള്ള്, 50 കിലോ തേൻ, ഗണപതി നാരങ്ങ, കരിമ്പ് തുടങ്ങിയവ ഉപയോഗിച്ച് 60 പേർ ചേർന്നാണ് അഷ്ടദ്രവ്യം തയ്യാറാക്കിയത്. 500 കിലോ അരിയുടെ ചോറ്, ശർക്കര, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത ഉരുളകളും പൈനാപ്പിൾ, കക്കിരി, തണ്ണിമത്തൻ, പഴം തുടങ്ങി 8ഓളം പഴവർഗ്ഗങ്ങളും ദഹനത്തിന് പ്രത്യേക ഔഷധക്കൂട്ടും ഉൾപ്പെടുത്തിയതാണ് ആനകൾക്ക് നൽകിയത്. 64 ആനകളാണ് ഈ വർഷം പങ്കെടുക്കുന്നത്. ഇതിൽ പ്രമുഖരായി എറണാകുളം ശിവകുമാർ ആനയുണ്ട്, പുതുപ്പള്ളി കേശവൻ, കുഞ്ചു ആനയുണ്ട്, ഗുരുവായൂർ ദേവസ്വം 7 ആനകളുണ്ട്. ഈ വർഷം 64ഓളം ആനകളാണ് പങ്കെടുക്കുന്നത്. ഇത് 42ാമത്തെ വർഷമാണ് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതിയും ആനയൂട്ടും നടത്തുന്നത്. വെറ്റിനറി ഡോക്ടർമാർ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്നിവരുടെ പരിശോധന കഴിഞ്ഞ ആനകളെ മാത്രമാണ് ചടങ്ങിൽ പങ്കെടുപ്പിച്ചത്. റവന്യൂ മന്ത്രി K രാജൻ, P ബാലചന്ദ്രൻ MLA,
BJP സംസ്ഥാന സെക്രട്ടറി AN നാഗേഷ് തുടങ്ങിയവരും ചടങ്ങിനെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ തൃശൂർ. കാലവർഷം കനത്തതോടെ ഷൊർണൂർ നഗരസഭാ പ്രദേശത്തെ വിവിധ വീടുകളിൽ വെള്ളം കയറി പുഴകളിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഷൊർണൂർ നഗരസഭ 18-ാം വാർഡ് ചുടുവാലത്തൂർ വെസ്റ്റിലാണ് മഴ ശക്തമായതോടെ വിവിധ വീടുകളിൽ വെള്ളം കയറിയത്. ഷൊർണൂർ ശാന്തിതീരം ശ്മശാനം റോഡിലേക്കും വെള്ളം കയറിയിട്ടുണ്ട്. ഇതുവഴി ഇരുചക്ര വാഹനങ്ങളിൽ എത്തുന്നവരും കാൽനട യാത്രക്കാരും ജാഗ്രത പാലിക്കണമെന്ന് നഗരസഭാ അധികൃതർ മുന്നറിയിപ്പ് നൽകി. പട്ടാമ്പി പടിഞ്ഞാറേമഠം ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ രാമായണ മാസാചരണത്തിന് തുടക്കമായി. കനത്ത മഴയെ അവഗണിച്ച് രാവിലെ ക്ഷേത്ര ദർശനത്തിനായി എത്തിയത് നിരവധി ഭക്തജനങ്ങൾ. വിശേഷാൽ പൂജകളും നടന്നു. കർക്കിടക മാസത്തിലെ ആനയൂട്ടും ഗജപൂജയും വെള്ളിയാഴ്ച നടക്കും. കർക്കിടകം 1 രാമായണ മാസ ആരംഭം കുറിക്കുകയാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും തന്നെ ചെറുതും വലുതുമായ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ കർക്കിടക മാസം രാമായണ മാസമായിക്കൊണ്ട് വിവിധ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. മാത്രമല്ല ജനങ്ങളൊക്കെ തന്നെ ഭക്തർ ഒന്നിച്ച് വന്ന് പരസ്പരം കാണാനും തൻ്റെ ഭക്തിയോടുകൂടി തന്നെ ക്ഷേത്രങ്ങളെ സന്ദർശിക്കാനും കഴിയുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ ക്ഷേത്രത്തിൽ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ചില കാര്യങ്ങൾ ഉദ്ദേശിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽക്ക് രാമായണ പാരായണം ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 30 വ്യാഴാഴ്ച മുതൽക്ക് മറ്റ് പരിപാടികൾ, വെള്ളിയാഴ്ച മഹാഗണപതി ഹോമം എന്നുള്ള ക്ഷേത്രത്തിൽ നടക്കുന്ന എല്ലാ വർഷവും 30 കർക്കിടകം 30 വെള്ളിയാഴ്ച നടക്കുന്ന ആനയൂട്ട്, അതുപോലെ തന്നെ മഹാഗണപതി ഹോമമൊക്കെ തന്നെ വളരെ വിപുലമായ രീതിയിൽ നടത്താനാണ് ഇപ്രാവശ്യം തീരുമാനിച്ചിട്ടുള്ളത്. കനത്ത മഴയിലും കാറ്റിലും മാത്തൂർ മേഖലയിൽ വ്യാപക നാശനഷ്ടം. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ പെയ്ത ശക്തമായ മഴയിൽ പഞ്ചായത്തിലെ 2ഓളം വീടുകൾ പൂർണ്ണമായും തകർന്നു. നിരവധി വൈദ്യുതി പോസ്റ്റുകളും തകർന്നിട്ടുണ്ട്. മാത്തൂർ പഞ്ചായത്തിലെ 6-ാം വാർഡിൽ പല്ലഞ്ചാത്തന്നൂർ താമരച്ചുര ലക്ഷ്മിയമ്മയുടെ ഓടിട്ട വീടിന് മുകളിൽ കരിമ്പന കടപുഴകി വീണ് വീട് തകർന്നു. വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാഴിഴയ്ക്ക്. കൂടാതെ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി പെയ്ത മഴയിൽ 11-ാം വാർഡിൽ പല്ലഞ്ചാത്തന്നൂർ വെമ്മറംകോട് വസന്തകുമാരിയുടെ 45 വർഷം പഴക്കമുള്ള ഓടിട്ട വീടും തകർന്നു വീണു. തിങ്കളാഴ്ച രാത്രി 11-ന് ശേഷമാണ് സംഭവം. മൺചുമരിൽ നിർമ്മിച്ച വീടാണിത്. പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗമാണ് വസന്തകുമാരി. തകർച്ചയിലായിരുന്ന വീട് പുനർനിർമ്മിക്കാൻ പഞ്ചായത്തിന്റെ ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷ നൽകി വർഷങ്ങളായി കാത്തിരിക്കുകയായിരുന്നു ഇവർ. വീട് തകർന്നടിഞ്ഞതോടെ പട്ടികജാതിക്കാരായ വസന്തകുമാരിയും മക്കളും താമസിക്കാൻ ഇടമില്ലാതെ പെരുവഴിയിലായിരിക്കുകയാണ്. കൂടാതെ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലും വൻ വൃക്ഷങ്ങൾ കടപുഴകി വീണ് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. നിരവധി വൈദ്യുതി പോസ്റ്റുകളും തകർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കോട്ടായി. ചെറുതുരുത്തി പാങ്ങാവ് ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ വിവിധ പൂജകളും കർക്കിടക ബലികർമ്മങ്ങളും നടന്നു. കനത്ത മഴയും വകവയ്ക്കാതെ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി നിരവധി ഭക്തരാണ് ദർശനത്തിനായി എത്തിയത്. ക്ഷേത്രം പൂജാരി ഗോദശർമ്മ തിരുമേനിയുടെ കാർമ്മികത്വത്തിലാണ് രാമായണ മാസാചരണ പൂജകൾ നടന്നത്. ബലികർമ്മ പൂജകൾക്ക് ആചാര്യൻ PR മണികണ്ഠൻ നേതൃത്വം നൽകി. ക്ഷേത്ര ദർശനത്തിനെത്തിയ എല്ലാ ഭക്തർക്കും പ്രഭാത ഭക്ഷണവും നൽകുന്നുണ്ടെന്ന് ക്ഷേത്രം പ്രസിഡന്റ് രാമു ചാത്തനാത്ത്, സെക്രട്ടറി വിപിൻ കൂടിയടത്ത്, ട്രഷറർ TG സുരേന്ദ്രൻ, മാനേജർ MA രാജു തുടങ്ങിയവർ പറഞ്ഞു. ഓഗസ്റ്റ് 15-ന് നാലമ്പല തീർത്ഥയാത്രയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ക്ഷേത്രത്തിൽ പൂർത്തിയായിട്ടുണ്ടെന്നും ഇതുകൂടാതെ ഓഗസ്റ്റ് 11-ന് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള രാമായണ ക്വിസ് മത്സരവും ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു. തുടർന്ന് ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ ഭക്തജനങ്ങൾക്കും വിപുലമായ രീതിയിലുള്ള അന്നദാനത്തിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഭക്ഷണം കഴിഞ്ഞ് നല്ല തികഞ്ഞ സംതൃപ്തിയോടെയാണ് ഇന്നിവിടെ നിന്ന് പിരിഞ്ഞുപോയത്. ഉള്ള ദിവസങ്ങളിൽ ജൂലൈ 31-ാം തീയതി ഔഷധ സേവാ ദിനമായിട്ട് ഞങ്ങളിവിടെ നടത്തുന്നുണ്ട്. വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഔഷധം നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. വാണിയംകുളം പുലാച്ചിത്ര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിലെ രാമായണ പാരായണത്തിന് തുടക്കമായി. ചൊവ്വാഴ്ച രാവിലെ ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ശശിമേനോൻ മങ്ങാട്ട് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. കൂടാതെ ഗണപതി ഹോമം, ചുറ്റുവിളക്ക് തുടങ്ങിയ വഴിപാടുകളും നടന്നു. ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിലെ ഔഷധക്കഞ്ഞിയും വിതരണം ചെയ്യുന്നുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിൽ ശക്തമായ മഴയും നാശനഷ്ടവും തുടരുന്നു. മഴക്കെടുതിയിൽ 2 മരണം. പാലക്കാട് കോട്ടേക്കാട് വീട് തകർന്ന് അമ്മയും മകനും മരിച്ചു. ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ പുഴ കരകവിഞ്ഞൊഴുകി ഗതാഗതം തടസ്സപ്പെട്ടു. ശക്തമായ കാറ്റിൽ മലമ്പുഴയിലെ വിനോദസഞ്ചാരികൾ എത്തുന്ന ചെക്ക് ഡാമിലേക്ക് മരം കടപുഴകി വീണു. വിവിധ പഞ്ചായത്ത് പ്രദേശങ്ങളിൽ മരം വീണ് വീടുകൾ പൂർണ്ണമായി തകർന്നു. നഗരസഭാ പ്രദേശങ്ങളിലും വീടുകളിൽ വെള്ളം കയറി.
കാട്ടാന ശല്യത്താൽ പൊറുതിമുട്ടി തൃശൂർ വടക്കാഞ്ചേരി അകമല കുഴിയോട് നിവാസികൾ. പ്രദേശത്ത് ചൊവ്വാഴ്ച പുലർച്ചെ എത്തിയ കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മഴക്കാലം തുടങ്ങിയതിനു ശേഷം മേഖലയിൽ കാട്ടാനകൾ എത്തുന്നത് ഇതാദ്യം. ആടയാഭരണങ്ങളില്ലാതെ കരിവീരച്ചന്തം തീർത്ത് വടക്കുനാഥനിൽ ആനയൂട്ട്. കർക്കിടക പുലരിയിൽ കനത്ത മഴയെ അവഗണിച്ച് ആനയൂട്ട് കാണാനെത്തിയത് ആയിരങ്ങൾ. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആനയൂട്ടിൽ പങ്കെടുത്തത് 65ഓളം ഗജവീരന്മാർ. കർക്കിടകം പിറന്നു. ഇനി രാമായണ പാരായണത്തിന്റെ നാളുകൾ. രാമായണ ശീലുകളാൽ മുഖരിതമായി ക്ഷേത്രങ്ങൾ. വിവിധ ക്ഷേത്രങ്ങളിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. പ്രത്യേക പൂജകളും നടന്നു. കനത്ത മഴയെ അവഗണിച്ചും ക്ഷേത്ര ദർശനത്തിനായി എത്തിയത് നിരവധി ഭക്തജനങ്ങൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.